അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, സൂഫിസം എന്ന ഈ വിഷയത്തിൽ സൂഫിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ശരിക്കും ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂഫിസം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നതിന് മുമ്പ് കേൾക്കുന്ന നിങ്ങൾ പല ചാനലുകളിലൂടെ പല ആളുകൾ പല രീതിയിൽ സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളവരായിരിക്കാം. ചില ആളുകൾ ചരിത്രങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ചിലർ അതിലെ നിയമങ്ങൾ പറഞ്ഞു പോകുന്നു. ചിലർ ആ സൂഫിസം എവിടുന്ന് ഉടലെടുത്തു വന്നു എന്നുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി കൊണ്ടുപോകുന്നു. ചിലർ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയവരായ ഒരു വലി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മറ്റൊരു വിഭാഗം ഇതെല്ലാം ശിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിക്കുന്നു. വേറൊരു വിഭാഗം ഔലിയാക്കന്മാർ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്, പക്ഷെ കള്ളത്തരീക്കത്തിൻ്റെ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നത് ഈ പറയുന്നത് പോലെ ഇതുമായിട്ട് യാതൊരുവിധ അറിവുമില്ലാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അല്പമൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമായി ജനിച്ചു പോയതിൻ്റെ പേരിൽ അവരവർ വളർന്നു വന്ന കുടുംബ സാഹചര്യത്തിൽ നിന്നും കേട്ടുപഠിച്ച ആശയങ്ങളെ വെച്ചുകൊണ്ട് പല ആളുകളും പലതരത്തിലും സംസാരിക്കുമ്പോൾ, ഒരു സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി അവൻ്റെ ബാഗിൽ തിരികെ വച്ചിരിക്കുന്ന പല പാഠപുസ്തകങ്ങൾ പോലെ ഓരോ സമയം ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അടുത്ത പീരീഡിലേക്ക് കടക്കുമ്പോൾ കണക്കിനെക്കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണക്ക് മാഷ് വന്ന് അതിലെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ സയൻസ് ക്ലാസ് തുടങ്ങുന്നു. അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പേ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, അങ്ങനെ പല തരത്തിൽ ക്ലാസ്സുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഒരു വിദ്യാർത്ഥിയുടെ തലയിലേക്ക് പലതരം വിഷയങ്ങൾ ഒരു ദിവസം തന്നെ ഇങ്ങനെ കയറുമ്പോൾ ഇതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ഒരു കൊല്ലത്തിൽ നടക്കുന്ന എക്സാമിൽ അവൻ കൃത്യമായി ആ പരീക്ഷ എഴുതി വിജയിക്കാൻ വേണ്ടിയിട്ട് അവനനുഭവിക്കുന്ന മാനസിക സംഘർഷം പോലെയാണ് ഇന്ന് ഈ ഇൽമ് കേൾക്കുന്ന ഓരോ ആളുകളുടെയും ഡിപ്രഷൻ എന്ന് പറയുന്നത്. സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് സ്വന്തം മതത്തെ വഞ്ചിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആരോപണങ്ങളും, അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അണികളായിപ്പോയ മുസ്ലിം നാമധാരികളും പ്രവാചകനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന സത്യത്തിലേക്ക് മുറുകെ പിടിക്കുന്ന മുസ്ലിം ജനത പല കാഴ്ചപ്പാടുകളിലൂടെ നടന്നു പോകുന്ന അവസ്ഥ കൊണ്ട്
വലിയൊരു ദുരന്തത്തിലാണ് ഇന്ന് ഈ സമൂഹം എത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് എത്തി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒരു പ്രവാചകൻ, ആ പ്രവാചകനിലൂടെ കടന്നു വന്ന ആ അറിവ് ആണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ, ആ ഖുർആനിൽ നിന്ന് വചനങ്ങൾ എടുത്തുകൊണ്ട് പലതരത്തിലെ വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ മറുവശം പിടിച്ച് ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്ന ഈ ആളുകളുടെ ഓരോ ആരോപണങ്ങളും അതിലെ തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ തിക്കും തിരക്കിനിടയിൽ പെട്ടുകൊണ്ട് അവൻ കിട്ടുന്ന ചെറിയൊരു സമയത്ത് കേൾക്കുന്ന, അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ മൊത്തം ജിഹാദികളാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമത്തിലേക്ക് കടന്നു പോകുന്ന നിരപരാധികളായ കുറേ ആളുകളുണ്ട്. കാരണം ഇസ്ലാമിൽ അവർ ഇസ്ലാമായി ജനിച്ചതല്ല, ഇസ്ലാമായ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയതാണ്. ഒരു ക്രിസ്ത്യാനി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു പോയതാണ്. ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ അവനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു പോയതാണ്. അവരുടെ രക്ഷിതാക്കളാണ് അവരെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തതും അവനെ ആ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ സഹായിക്കുന്നതും. ഇന്ന് പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് ഇസ്ലാം മതത്തെ മെല്ലെ മെല്ലെ ഓരോ ആളുകളും തള്ളിത്തള്ളി കൊണ്ടുപോകുന്നത്. ഏറ്റവും നീചമായ രീതിയിൽ പ്രതികരിക്കുന്നവരും അതിനോട് എതിർത്ത് പ്രതികരിക്കുന്നവരും പലരെയും പല രീതിയിൽ ആക്ഷേപിക്കുന്നവരുമൊക്കെ ചാനലിലൂടെ സംവാദങ്ങൾ നടത്തിക്കൊണ്ട് ഏറ്റവും നല്ല ടോപ്പ് ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ട് തൻ്റെ ചാനലിന് ഏറ്റവും അധികം റീച്ച് കിട്ടാനായിട്ട് എന്താണ് പറയേണ്ടത് എന്ന് ആലോചിക്കുന്ന മറ്റൊരു വിഭാഗവും ഇവിടെയുണ്ട്. എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട ഒരു കാലത്താണ് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇസ്ലാം? ഖുർആൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത്, ഒരു സൂറത്തെടുത്തു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, എന്നിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒരു പിശാചിന്റെ ശർറിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിലേക്ക് സമീപിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പിശാച് ഈ ഭൂലോകത്ത് വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടി വിലസി നടക്കുകയാണ്. ഒരു മനുഷ്യൻ നന്നാകാൻ തീരുമാനിച്ചാൽ അവനെ നശിപ്പിക്കാനായിട്ട് ഈ ഇബ്ലീസ് വളരെയധികം പെടാപ്പാടുപെടുകയാണ്. അപ്പം അജ്ഞാതമായ അള്ളാഹുവും അജ്ഞാതമായ മലക്കും അജ്ഞാതമായ ഈ പറയുന്ന ഇബ്ലീസും നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം മനുഷ്യരിലാണ് കിടക്കുന്നത്. മനുഷ്യർ തമ്മിലാണ് ഇവിടെ തല്ലുന്നത്, മനുഷ്യർ തമ്മിലാണ് പരിഹസിക്കുന്നത്, മനുഷ്യർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത്. ഇവിടെ ഒരു തെറ്റായ ഒരു കാര്യം സംഭവിച്ചാൽ മനുഷ്യനെ നല്ല വഴിയിൽ പോകുമ്പോൾ ചീത്തയാക്കും എന്ന് പറഞ്ഞ ഇബ്ലീസിൻ്റെ റോള്, ആ ഇബ്ലീസ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? മറിച്ച് ഇബ്ലീസാണ് ഒരു മനുഷ്യനെ വഴിപഴിപ്പിക്കുന്നതെങ്കിൽ ആ മനുഷ്യനാണ് സൃഷ്ടിക്കപ്പെടുന്നത്, ഇബ്ലീസ് അല്ല.
അപ്പോൾ തന്നെ വഴിപഴപ്പിക്കുന്നത് ഇബ്ലീസാണോ അല്ലയോ എന്ന് അവനെങ്ങനെ തിരിച്ചറിയും? തനിക്ക് ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നു, അങ്ങനെ ഒരു വ്യക്തിക്ക് തോന്നുന്ന ഓരോ തരം കാഴ്ചപ്പാടുകളിൽ ഓരോ തരം വികാരങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇബ്ലീസിൻ്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസ് മറഞ്ഞു നിൽക്കുകയും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവൻ കുറ്റവാളിയാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം അതുകൊണ്ട് ഇസ്ലാമിൽ മുസ്ലിം ജനതയോട് പറഞ്ഞു, നീ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നീ ആദ്യം ശൈത്താൻ്റെ ഷർറിൽ നിന്ന് കാവലിനെ തേടണമെന്ന്. അപ്പം ആദ്യം കാവലിനെ തേടണം. ഒരു ശൈത്താൻ തന്നെ വഴിപഴപ്പിക്കും, അവൻ എൻ്റെ പുറകെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം അവനിൽ നിന്നുള്ളൊരു രക്ഷ നേടണം. ഈ രക്ഷ ആരിൽ നിന്നാണ് നേടേണ്ടത്? നിങ്ങളെല്ലാവരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിതൊരു സംവാദത്തിനോ തർക്കത്തിനോ വേണ്ടി പറയുന്നതല്ല. ഞാൻ എൻ്റെ ചിന്തയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്കൊരു വിഷയം പറയുകയാണ്. അള്ളാഹു എല്ലാ ജീവജാലങ്ങളോടും ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാതെ മാറി നിന്ന ആ ഒരു ജിന്ന്, ആ ജിന്നാണ് ഇന്ന് ഇബ്ലീസ്. നമ്മളെല്ലാവരെയും രക്ഷിക്കേണ്ട അള്ളാഹുവിനോട് ജിന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിന്നിലേക്ക് അടുക്കുന്നവനെ ഞാൻ അകറ്റും. അതിനുള്ള സ്വാതന്ത്ര്യം അവനിക്ക് കിട്ടി. അപ്പോൾ അള്ളാഹുവിനോട് ആ സ്വാതന്ത്ര്യം വാങ്ങിക്കൊണ്ട് അവൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന മനുഷ്യരാശി മുഴുവനും ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ഈ വെല്ലുവിളി നടത്തിയ ഇബ്ലീസ് അവനോട് അടുക്കുന്നവനെ അകറ്റുന്ന ഒരവസ്ഥ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇത് വളരെയധികം ഗൗരവമായിട്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു നല്ലതിലേക്ക് പോകുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന, നമ്മുടെ നേരെ വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഈ ഇബ്ലീസാണ് കാണിക്കുന്നതെന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആര് മനസ്സിലാക്കി തരും? ഇത് പണ്ഡിതന്മാർക്ക് തിരിച്ചറിയാൻ പറ്റുമോ അവനെ പിഴപ്പിച്ചത് ഇബ്ലീസാണെന്ന്? ഇവിടെ എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. എത്രയോ ആളുകൾ എന്തെല്ലാം തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അരങ്ങേറുന്നതിൻ്റെ കാരണക്കാരൻ ഇബ്ലീസാണോ അതോ മനുഷ്യർ തന്നെയാണോ? മനുഷ്യരാണെങ്കിൽ ഇബ്ലീസിൻ്റെ ആ ഒരു കഥ നമുക്കെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അവനെ സ്നേഹിക്കാൻ പുറപ്പെടുമ്പോൾ ഇബ്ലീസ് വന്ന് അവനെ പിഴപ്പിക്കുന്നു. അവൻ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഒരുപക്ഷെ നല്ല രീതിയിൽ ജീവിച്ച അവൻ പെട്ടെന്ന് മോശക്കാരനാകുന്നു. അപ്പോൾ ഈ ആലിമീങ്ങളൊക്കെ നമ്മളോട് പറയുന്നു ഇബ്ലീസ് വഴിപഴപ്പിക്കും, ഇബ്ലീസ് വഴിപഴപ്പിക്കും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വഴിപിഴച്ചാൽ ആ വഴിപിഴച്ചവനെ പഴിചാരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. മറിച്ച് നല്ലൊരു മനുഷ്യനായിരുന്നു, അവനെ ഇബ്ലീസ് വഴിപിഴപ്പിച്ചു, അതുകൊണ്ട് അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് പറയുന്ന ആലിമീങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാരണം ഇവരാണല്ലോ നമ്മളെ രക്ഷിക്കേണ്ടത്. ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. കാരണം അതിർത്തിയിലേക്ക് ഭീകരന്മാർ കടന്നു വരുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളെയും രക്ഷിക്കാനായിട്ട് അവിടെ പട്ടാളക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഓരോരോ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിലുള്ള വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ പോലീസുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റിതര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് രാഷ്ട്രീയപരമായിട്ടും അതിനുള്ള ആളുകളുമുണ്ട്. എല്ലാത്തിനുമുപരി കോടതിയും വാദിക്കാൻ വക്കീലുമൊക്കെ നമുക്കുണ്ട്.
അപ്പോൾ ഒരു മുസൽമാനായി ജനിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും അവൻ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവനിക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ആ പാഠത്തിൻ്റെ ഒരു പൊരുളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നല്ലവനായ അള്ളാഹുവിലേക്ക് അടുക്കാൻ തുനിയുന്നവനെ അള്ളാഹുവിൽ നിന്ന് അകറ്റും എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അവൻ പിഴച്ചവനാണെന്ന് പറയുന്നതല്ലാതെ ഇബ്ലീസ് പിഴച്ചവനാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ ഈ വിഷയം പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആലിമീങ്ങളൊക്കെ വളരെയധികം ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നൊരു വിഷയമുണ്ട്. അതിലൊന്നാണ് കള്ളത്തരീക്കത്ത് എന്ന് പറയുന്നത്. ഈ കള്ളത്തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ കള്ളനാണെന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കള്ളനെയും നല്ലവനെയും നമുക്ക് പ്രവൃത്തി നോക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു കള്ളൻ, ആ കള്ളൻ ഒരു വീട്ടിൽ കയറുന്നു, കക്കുന്നു, അവനെ നാട്ടുകാരെല്ലാവരും കൂടി പിടിക്കുന്നു, സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു, അവനെ ചോദ്യം ചെയ്യുന്നു, അവനാണ് കട്ടതെന്ന് പറയുന്നു. അവൻ്റെ പേര് റഷീദ് അല്ലെങ്കിൽ ജബ്ബാർ അല്ലെങ്കിൽ ചിലപ്പോൾ മുഹമ്മദ് എന്നൊക്കെ ആയിരിക്കും. അവൻ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല, എനിക്ക് അങ്ങനെ തോന്നിപ്പോയി എന്ന് ആ വ്യക്തി പറഞ്ഞാൽ ഈ ഇബ്ലീസ് ആ നല്ലവനായവനെ ചീത്തയാക്കിയതാണോ എന്ന് പണ്ഡിതന്മാർ ചോദിക്കണ്ടേ? അല്ല, നിങ്ങൾ ഈ ഒരു പാഠം ഇങ്ങനെ വന്നത് കൊണ്ടിട്ടുള്ള വിഷയമാണ് ഞാൻ ചോദിക്കുന്നത്. മനുഷ്യനെ ഇബ്ലീസ് വഴിപിഴപ്പിക്കും. പക്ഷെ മനുഷ്യൻ മനുഷ്യനെയാണ് വഴിപിഴപ്പിക്കുന്നത്, ഇബ്ലീസിനെ കാണാനുമില്ല. സൂഫിസത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചിട്ടും പല രീതിയിൽ ആശയക്കുഴപ്പങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരുടെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ ഒരു ചോദ്യം ചോദിച്ചതാണ്. നമ്മൾ പഠിച്ചതല്ലേ ഇതൊക്കെ? അള്ളാഹുവിനെ വിശ്വസിക്കുക, അവൻ്റെ മലക്കിനെ വിശ്വസിക്കുക, അംബിയ മുർസലീങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ ജിന്നിനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ജിന്ന് മനുഷ്യനെ എല്ലാം പഴപ്പിക്കാനുള്ള അനുവാദം അള്ളാഹ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇബ്ലീസിന് എന്ത് സുഖമാണ് ഒരു മനുഷ്യനെ ചീത്തയാക്കാൻ? അപ്പൊ ഇവിടെ മുസൽമാനായ ആളുകൾ ചീത്തയാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇബ്ലീസാണ്. അപ്പൊ ആദ്യം കൊല്ലേണ്ടത് ഇബ്ലീസിനെയാണ്. ഈ ഇബ്ലീസ് എവിടെയാണുള്ളത്? ഈ ഇബ്ലീസ് എവിടെയാണ് ഇരിക്കുന്നത്? അവനെ കൊന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നല്ലോ, മുസ്ലിങ്ങളെല്ലാം നേരെ ആകുമല്ലോ. അപ്പൊ ആദ്യം കൊല്ലേണ്ടത് ഇബ്ലീസിനെയാണ്. അല്ലെങ്കിൽ മനുഷ്യന്മാർ തന്നെ തമ്മിൽ തല്ലി ചത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇബ്ലീസിനെ കണ്ടുപിടിക്കണം, ഈ രഹസ്യമായ സാധനത്തിനെ കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ രക്തത്തിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ, നമ്മുടെ കഫത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു കൊല നടന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരാൾ വെള്ളത്തിൽ പോയാൽ അയാളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന ഇബ്ലീസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം നമുക്കിടയിൽ ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് മനുഷ്യരൊക്കെ പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിശാചിൻ്റെ ഷർറിൽ നിന്ന് എന്നെ നീ കാക്കണം എന്ന് പറഞ്ഞിട്ട് ആണ് അള്ളാഹിനെ വിളിക്കുക. അപ്പോൾ ആദ്യം പിശാചിൽ നിന്ന് രക്ഷ നേടിയാൽ അള്ളാഹിനെ ഒന്ന് സ്വസ്ഥമായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ. ഒരു തർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഞാനും ഒരു മുസൽമാനാണ്. നമ്മളെല്ലാ സമുദായത്തെയും സ്നേഹിച്ച് വളർന്നു വന്നതാണ്. ഞാനും
അതുപോലെ തന്നെ എൻ്റെ സന്താനങ്ങളും ഒക്കെ ഇവിടെ ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമുണ്ട്. അവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ഓരോ ആളുകളും ഇത്തരം ആരോപണങ്ങൾ, ജിഹാദികൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയും, അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ വളരെ സൗഹൃദത്തിൽ നടക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ വല്ലാതെ വേദനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് പ്രതി? ആ പ്രതിയെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരാണ് യഥാർത്ഥ പ്രതി? ക്രിസ്ത്യാനികളുടെയും ഹിന്ദുവിൻ്റെയും ശത്രുവായ മുസൽമാൻ ആരാണ്? എല്ലാ മുസ്ലിങ്ങളുമാണോ? അതല്ല ഏതെങ്കിലും ഒരു വിഭാഗമാണോ? വിഭാഗമാണെങ്കിൽ ആ വിഭാഗത്തിൻ്റെ പേരെടുത്താണ് സംസാരിക്കേണ്ടത്. അല്ലാതെ മുസ്ലിം കൂട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടു. ഏതെങ്കിലും ഒരു ഹിന്ദു ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മൊത്തം പ്രശ്നക്കാരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഈ അടുത്തൊരു ക്രിസ്ത്യാനി ബോംബ് പൊട്ടിച്ചു കളമശ്ശേരി. അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇവിടെ ഏതെങ്കിലും മുസൽമാന്മാർ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നോ? എല്ലാ ക്രിസ്ത്യാനികളും പ്രശ്നക്കാരാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു മുസ്ലിമും പറഞ്ഞതായി ഓർക്കുന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു ക്രിസ്ത്യാനി ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളൊക്കെ സമാധാനപ്പെടുകയാണ് ചെയ്തത്. അതൊരു മുസ്ലിമിൻ്റെ പേരായിരുന്നെങ്കിലോ? വർഗീയത സംസാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മുസൽമാൻ്റെ പേരുള്ള ഒരുത്തൻ എന്തെങ്കിലും ഒരു തോന്നിവാസം കാണിച്ചാൽ അതെല്ലാ മുസ്ലിങ്ങളും ചുമക്കേണ്ട ഒരവസ്ഥയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും അത് ചുമക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എതിർഭാഗത്ത് നിന്നിട്ട് എല്ലാവരെയും പറയാനായിട്ട് ഇവിടെ മുസ്ലിങ്ങളില്ല. ഹിന്ദുക്കളെ കുറിച്ച് പറയാനുമില്ല. എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സമുദായത്തെയും കുറ്റം പറയാനില്ല. മതം എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് മതത്തിൻ്റെ, ഈ മതം പഠിപ്പിച്ചവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. അല്ലാണ്ട് ആ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരല്ല. മതത്തിൻ്റെ നേതാക്കളാണ് ഇതിന് തീരുമാനം ഉണ്ടാക്കേണ്ടത്. ഈ മതം വിശ്വസിച്ചതിൻ്റെ പേരിൽ മാനസികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിദ്വേഷങ്ങളായി തമ്മിൽ തല്ലുന്നൊരു സാഹചര്യം സാധാരണക്കാർക്കിടയിൽ കടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ പണ്ഡിതന്മാർ തന്നെയാണ്. എല്ലാ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരാണ് അതിന് തീരുമാനം ഉണ്ടാക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് അവരവരുടെ ആ വിശ്വാസം എല്ലാവർക്കും വലുതാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോ വ്യക്തികളുടെയും വിശ്വാസം അവരവർക്ക് വലുതാണ്. നമ്മുടെ വാപ്പയെ പറഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ എന്നതുപോലെയാണ് അവരവരുടെ മതവും. ഒരു മതത്തെയും നിന്ദിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കി. ഇവിടെ മുഹമ്മദ് നബി വന്നത് എപ്പോഴാണ്? അതിനു മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ. ഇവിടെ ബിംബങ്ങളെയെല്ലാം തച്ചുടക്കാനും ഇതെല്ലാം കാഫിർ, അതായത് ഹിന്ദു സമുദായം മൊത്തം കാഫിറുകളാണ്, കാരണം ബിംബാരാധന നടത്തുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുഹമ്മദ് നബിയുടെ മെക്കിട്ട് കയറുമ്പോൾ അതിനു മുമ്പുള്ള ഈ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള അവരുടെ ബൈബിളിൽ ഉള്ള പ്രവാചകന്മാർ, മുഹമ്മദ് നബിയെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും ഈ ബൈബിളിലുണ്ട്. യൂസുഫ് നബിയായിട്ട് അവരുടെ ബൈബിളിൽ കാണാം യൂസുഫ് നബിയെ. നൂഹ് നബിയെ അവരുടെ ബൈബിളിൽ കാണാം. മൂസാ നബിയെയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയെയൊക്കെ കാണാം. യാക്കൂബിനെയും ദാവൂദിനെയൊക്കെ എല്ലാവരെയും കാണാം. മുഹമ്മദിനെ മാത്രമേ ചിലപ്പോൾ കാണാനുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവരൊക്കെ എന്താണ് കടന്നു വന്ന വഴികളിൽ ചെയ്തത് എന്ന് ഒരു പരിശോധന നടത്തിയാൽ ആദ്യമായിട്ട് വിഗ്രഹത്തെ തല്ലി ഉടച്ചത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാരും ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഒരു കഥ, അത് ബൈബിളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ബൈബിൾ പരിശോധിക്കണം.
ഞങ്ങളുടെ ചരിത്രത്തിൽ നിന്നൊരു കഥ, ഇബ്രാഹിം നബിയുടെ ചരിത്രം. ആ ഇബ്രാഹിം നബി നമ്രൂദുമായിട്ട് നടന്ന ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇബ്രാഹിം നബിയുടെ കഥ കേൾക്കുമ്പോൾ ഒരു ബലിപെരുന്നാളിനെ ആസ്പദമാക്കിയിട്ടുള്ള അവർക്ക് നേരെ വന്ന പരീക്ഷണങ്ങളെയാണ് പൊതുവെ നമ്മൾ കേൾക്കാറ്. എങ്കിൽ ഒരുപാട് വിഗ്രഹങ്ങളുടെ തല കൊയ്തെടുത്തിട്ട് ആ കൊയ്തെടുത്ത തല അത് അവിടുത്തെ ഒരു വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ വെട്ടിയെടുത്ത മഴു തൂക്കിയിട്ടുകൊണ്ട് ഇതെല്ലാം ഉടച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ല ഉടച്ചത്, ആ നിൽക്കുന്ന വലിയ ബിംബമാണ് ഈ ചെറിയ ബിംബങ്ങളെയൊക്കെ ഉടച്ചതെന്ന് പറയുന്ന ഒരു കഥ ഇതിൽ കാണാൻ പറ്റും. അതിൻ്റെ പേരിൽ നമ്രൂദ് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന ഒരു സംഭവമുണ്ട്. അതിലേക്ക് എറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ പുറത്തേക്ക് വന്ന ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം ബിംബങ്ങൾ തച്ചുടച്ചത് ആരാണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അത് ഇബ്രാഹിം നബിയാണ്. അപ്പോ പിന്നീട് വന്നവരാണ് മുഹമ്മദ് നബി. അപ്പൊ നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ എവിടെ നിന്നാണ് ഒരാൾ തൻ്റെ പിതാവ് എന്തോ ഒരു കാര്യം പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വാക്കുതർക്കമുണ്ടായാൽ മകൻ അതിനെ ഏറ്റുപിടിക്കും. പിതാവ് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് മക്കൾ അനുസരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പരിധിവരെ വളർന്നു കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ പിതാവിൻ്റെ വാക്കുകൾ അംഗീകരിക്കാതെ മറ്റേതെങ്കിലും വിഷയത്തിലേക്കൊക്കെ ചേക്കേറുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ കടന്നു വരികയും പരസ്പരം വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഓരോ മതങ്ങളെ വെല്ലുവിളിക്കുകയും മതപരിവർത്തനം നടത്തുകയും അങ്ങനെ സമുദായത്തിൽ ഏറ്റവും അധികം ഭിന്നിപ്പുണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഏറ്റവും അധികം പരിശോധിച്ച് നോക്കും. ഏറ്റവും അധികം പരിവർത്തനം നടത്തുന്ന വിഭാഗം ആരാണെന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന കാലത്ത് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് ഷാഫി, ഹനഫി, അംബലി, മാലിക് എന്ന് പറയുന്ന 4 മദ്ഹബിനെ കുറിച്ചാണ് ഞാൻ കേട്ടത്. ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലത്ത് എല്ലാ മതവിഭാഗങ്ങളുമായിട്ടുള്ള സൗഹാർദ്ദത്തിൽ വളരെ സ്നേഹത്തോടു കൂടി കടന്നുപോയവരാണ്. എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു ഹിന്ദു കുടുംബം എൻ്റെ വീട് പട്ടിണിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ആഹാരം തരുന്നത് അവരാണ്. ഒരു പരിധിവരെ ഞങ്ങളൊക്കെ ഒന്ന് തടി ഉയർത്തി നിന്നത് അവർ തന്ന ആഹാരം കൊണ്ടാണ്. അവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം ഇന്നും നിലനിൽക്കുന്നു. ഞാനൊരു ജോലി ചെയ്ത എൻ്റെ തുണിക്കടയിൽ, എനിക്ക് ഏകദേശം 17 വയസ്സുള്ള സമയത്ത് ഒരു തുണിക്കടയിൽ ജോലി ചെയ്തു. ആ തുണിക്കടയിൽ ഞാൻ ജോലി ചെയ്ത ആ മുതലാളി പ്രസാദ് എന്നാണ് അവരുടെ പേര്. ഇന്നും ആ സ്നേഹബന്ധം നിലനിൽക്കുന്നു. ഇന്നും അത് തകർന്നിട്ടില്ല. അവരുമായിട്ട് ഏറ്റവും അധികം സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോകും. ഇന്നും വാട്സപ്പിലൂടെ മെസ്സേജുകൾ അയക്കുന്ന ആ മുതലാളിയുമായിട്ട് അത്രയും സൗഹാർദ്ദം കിട്ടിയത് എന്തുകൊണ്ടാണ്? അങ്ങനെ എത്രയോ പേര് നമ്മൾ വാഹനം നന്നാക്കാൻ വേണ്ടി ചെല്ലുന്ന വർക്ക്ഷോപ്പിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാനൊരു മുസ്ലിമാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വണ്ടി കുത്തിപ്പൊളിച്ച് കുളമാക്കി തരാൻ ശ്രമിക്കുന്നില്ല, അത് നന്നാക്കി തരാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ജോർജേട്ടൻ്റെ കട, അദ്ദേഹം ഞാനൊരു മുസ്ലിമാണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് മായം കലർത്തി തരാറില്ല. അങ്ങനെ ഇവിടെ എത്രയോ ആളുകൾ പരസ്പരം സ്നേഹത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും ജീവിച്ചു പോകുമ്പോൾ ഇത്തരം ആളുകൾക്കിടയിലേക്ക് മനഃപൂർവ്വം വർഗീയത വാരിയിടുന്ന ആ വിഷവിത്തുകൾ ഏതാണെന്ന് പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾക്കറിയാം. ഇസ്ലാമിനെ ഏറ്റവും അധികം വിമർശിക്കുന്ന, ഇസ്ലാമിനെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുന്നു അത്രത്തോളം തരം താഴ്ത്തുന്ന
മുസ്ലിം പേരുള്ള കുറച്ചെണ്ണങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് മനഃപൂർവ്വം ദുരുദ്ദേശം വെച്ചുകൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. നമ്മൾ കേട്ടു, നിർമ്മല എന്ന് പറയുന്ന ഒരു കോളേജിൽ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം. വിദ്യാലയം പഠിക്കാനുള്ളതാണ്, നിസ്കരിക്കാനുള്ളതല്ല. സ്ത്രീകൾക്ക് നിസ്കരിക്കാനായിട്ട് വീട്ടിലാണ് സ്ഥലം പറഞ്ഞിട്ടുള്ളത്, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് പറഞ്ഞത് പുത്തംവാദികളാണ്. പുത്തംവാദികളാണ് ഇവിടെ സർവ്വ പ്രശ്നത്തിൻ്റെയും തുടക്കക്കാർ. അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അൽ-ബഖറ സൂറത്തെടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൽ കാണാം, മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എങ്കിൽ അവൻ വിശ്വാസിയല്ല. അവനോട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവൻ പറയും ഞങ്ങൾ സൽക്കർമ്മമല്ലേ ചെയ്യുന്നതെന്ന്. അപ്പോൾ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിഭാഗത്തെയും ഇഷ്ടപ്പെടുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ എതിർക്കുന്ന ഒരു വിഭാഗമാണ് ഈ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയ. ഇവർ ഞങ്ങളെ എതിർക്കുകയാണ്. അവർ പറയുന്ന അവരാണ് മുസ്ലിം, ഞങ്ങൾ മുസ്ലിമാണ്. പക്ഷെ അവർക്ക് ഞങ്ങളെ കണ്ടുകൂടാ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടുകൂടാ. ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് അസ്വസ്ഥത. ഹിന്ദുക്കൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണം, ഹിന്ദുക്കൾ മനസ്സിലാക്കണം. ഹിന്ദുക്കളായ നിങ്ങൾ വിഗ്രഹ പൂജ നടത്തുന്നത് പോലെ ഞങ്ങൾ ഈ കല്ലറകൾ പൂജിക്കുന്നവരാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളെ ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. അപ്പം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല ഒരു മതത്തെയും വിമർശിക്കാൻ. ഞാനും ഒത്തുപള്ളിയിൽ പോയ ഒരാളാണ്, ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. എങ്കിലും പഠിച്ചിടത്തോളം മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് പറഞ്ഞു തന്നിട്ടുമില്ല. അമ്പലത്തിൽ വിളക്ക് കത്തിച്ചതിൻ്റെ പേരിൽ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുമില്ല. ഞങ്ങളെല്ലാവരും വലിയ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിഞ്ഞു വന്നൊരു കാലഘട്ടമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1998 നമ്മുടെ ഈ എറണാകുളം ഭാഗങ്ങളിലൊക്കെ മെല്ലെ മെല്ലെ ഈ മുജാഹിദിൻ്റെ ആൾക്കാരൊക്കെ രംഗപ്രവേശം ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ പണിയില്ലാതെ അടക്കുന്ന, വീടില്ലാതെ അടക്കുന്ന പാവപ്പെട്ടവരായ പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കാമെന്നും വീട് വെച്ചു കൊടുക്കാമെന്നും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരെയൊക്കെ പിന്തിരിപ്പിക്കുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ നല്ല തന്തക്ക് പിറന്നതുകൊണ്ട്, നല്ല തള്ളക്ക് ഉണ്ടായത് കൊണ്ടിട്ടും ഞങ്ങൾ അത്തരം വാക്കുകളുടെ പുറകെ പോയില്ല. പട്ടിണിയാണെങ്കിൽ നമ്മൾ എല്ലാ മതവിഭാഗങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. കാരണം നമ്മൾ ജനിച്ചു വളർന്നു വന്നപ്പോൾ നമുക്ക് ഒരു നേരത്തെ വിശപ്പ് മാറ്റിത്തന്ന എൻ്റെ അയൽവക്കത്തുള്ള ഹിന്ദു കുടുംബം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രദീപ്, ഞാനും അവനുമാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി നടന്ന ചങ്ങാതിമാർ. ഇന്നും ആ ബന്ധമുണ്ട്. ഇന്നും വളരെ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു വിഷമം വന്ന് വിളിച്ചു പറഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടി വിശേഷങ്ങൾ അന്വേഷിക്കുന്ന ആ സൗഹൃദം. ഇതിനെയൊക്കെ തകർക്കാൻ നോക്കുന്ന ആ പറഞ്ഞിരിക്കുന്ന ഇബ്ലീസ് ജിന്നൊന്നുമല്ല. ആ ജിന്നിൻ്റെ രൂപത്തിൽ കുറേ എണ്ണങ്ങളുണ്ട്. അവരാണ് ഇതിനെല്ലാം കാരണം. നമ്മൾ തന്നെ ഒരു വിഷയം, സൂഫിസത്തെക്കുറിച്ചൊരു വിഷയം പറയുമ്പോൾ തന്നെ അതിൻ്റെ താഴെ തന്നെ വളരെ മോശമായ രീതിയിൽ കമൻറ്റിട്ടുകൾ കൊണ്ട് രംഗപ്രവേശം ചെയ്യുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ. തള്ളാഹു തള്ളാഹു. അതെ, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. കാരണം അവൻ തള്ളിയാലേ നിനക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അവൻ തള്ളുന്നത് കൊണ്ട് തന്നെയാണ് നീ ജീവിച്ചു പോകുന്നത്. അവൻ്റെ തള്ളൽ നിന്ന് കഴിഞ്ഞാൽ നീ വെറും മയ്യത്താണ്. അതാദ്യം മനസ്സിലാക്കുക. സൂഫിസം പറയാൻ എളുപ്പമാണ്, സൂഫി ആകാൻ കഷ്ടപ്പാടുമുണ്ട്. പക്ഷെ സൂഫി കഥകളിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഒരു വീട് അടിച്ച് വൃത്തിയാക്കി ചവറെല്ലാം കത്തിച്ച് കളയുന്നത് പോലെ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്ന ഇത്തരം വിഭാഗങ്ങളെയാണ് ആദ്യം തിരിച്ചറിയേണ്ടതും അത്തരം ചവറുകളെയൊക്കെ തല്ലി എടുത്തി കത്തിച്ച് കളയേണ്ടതും.
എല്ലാ മതങ്ങളെയും പരസ്പരം കൂട്ടിമുട്ടിച്ച്, രണ്ടാടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് നടുക്കിരുന്ന് ചോര കുടിക്കുന്ന ചില കുറുക്കന്മാരുണ്ട്. അത്തരം കുറുക്കന്മാരെയാണ് നമ്മൾ ഇല്ലാതെയാക്കേണ്ടത്. അവരോട് നേരെയാണ് നമ്മൾ സമരം നടത്തേണ്ടത്. എൻ്റെ കുട്ടികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആവേശമൊക്കെ നല്ലതാണ്. എന്താണ് നിസ്കാരം? നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇൻകിലാബ് സിന്ദാബ് അത് വിളിക്കാനുള്ളതല്ല. അത് അള്ളാഹുവിനോടുള്ള പ്രണയമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് മുസ്ലിം ആയതിൻ്റെ പേരിൽ നിക്കരിക്കലല്ല, അത് നിസ്കരിക്കലാണ്, നമസ്കരിക്കലാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യലാണ്. അതിൻ്റെ ക്ഷമയുള്ളവനും മനസാക്ഷിയുള്ളവനും അതുപോലെ തന്നെ മനസ്സിൽ കളങ്കമില്ലാത്തവനും ഒക്കെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം ആരുടെ നേരെ എടുത്തു വീശുന്ന വൈരാഗ്യത്തിൻ്റെ ഒരു കർമ്മമല്ല. സ്കൂളിൽ ചെല്ലുന്നത് പഠിക്കാനാണ്. അവിടെ ഇരുന്ന് പഠിക്കുക. നമസ്കാരം മുട്ടി നിൽക്കണവരെന്ത് ചെയ്യണം? വീട്ടിൽ പോയി നിസ്കരിക്കണം. അതിനാണ് ഖള എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിനൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. യാത്രയിൽ എങ്ങനെ നിസ്കരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്രാമധ്യേ നമസ്കരിക്കാൻ പറ്റും. ഒരു ദീർഘദൂര യാത്ര വന്നാൽ ആ നമസ്കാരം ഒഴിവാക്കുന്നത് പോലും തെറ്റല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അറിവുമില്ലാതെ എവിടുന്നോ എന്തോ കേട്ടിട്ട് ചാടിക്കേറി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെട്ടുന്ന ആളുകളാണ് ഈ സൂഫിസമൊക്കെ പഠിക്കാൻ നടക്കുന്നത്. ആദ്യം നമ്മുടെ ഉള്ളിൽ വേണ്ടത് ക്ഷമയാണ്. എവിടെയാണ് തെറ്റ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആരാണ് തെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് മുസ്ലിമിനെ മൊത്തത്തിൽ അങ്ങോട്ട് ആക്ഷേപിക്കാതെ, അത് സലഫികളാണെങ്കിൽ സലഫി എന്ന് പറയണം, മുജാഹിദ് ആണെങ്കിൽ മുജാഹിദ് എന്ന് പറയണം, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയണം, സുന്നികളാണെങ്കിൽ സുന്നികൾ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അല്ലാതെ മുസ്ലിങ്ങളെല്ലാം ചെറ്റകളാണെന്ന് പറയുമ്പോൾ അതിത്തിരി നോവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന നിർമ്മല എന്ന് പറയുന്ന കോളേജിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾ, അവരെ കൊണ്ട് അത് പ്രേരിപ്പിച്ചത്, അങ്ങനെ ഒരു പ്രേരണ അവർക്ക് വരാൻ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അവർക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാകേണ്ട കാര്യം എന്തിരിക്കുന്നു? എത്രയോ വർഷങ്ങളായി ഞാനും ഒരു സ്കൂളിൽ പഠിച്ചതാണ്, പുല്ലേപ്പടി ദാറുൽ ഉലൂമിൽ പഠിച്ചു. അപ്പോൾ നിസ്കരിക്കാൻ, ഇവിടെ നിസ്കരിക്കാൻ തന്നെ വലിയ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ അങ്ങനെയൊക്കെ നിസ്കരിക്കുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ ഗൗരവങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളാണ്. മനസ്സ് ശരിയില്ലെങ്കിൽ പോയി കൈകെട്ടി നിന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ വെറുതെ പോയിട്ട് അവിടെ അല്ലാഹു അക്ബർ പോയിട്ട് കൈകെട്ടിയിട്ടെന്താ കാര്യം? നമ്മൾ കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സും ശരിയായിരിക്കണം. മനഃശുദ്ധിയില്ലാതെ കൈകെട്ടിയിട്ട് ഒരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ ഈ അടുത്തുള്ള പള്ളിയിലൊക്കെ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുണ്ടും മടക്കി കുത്തിപ്പോണാണ്. അപ്പോൾ ഈ മുണ്ട് അങ്ങോട്ട് പൊക്കി മടക്കി കുത്തുന്നു. ഒരു പുരുഷന്റെ ഔറത്ത് എന്ന് പറയുന്നത് പൊക്കിളിന്റെ മുകൾ ഭാഗം തൊട്ട് മുട്ടിന്റെ താഴ്ഭാഗം വരെയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ നിസ്കരിക്കാൻ നേരത്ത് മുണ്ടൊക്കെ അയച്ചിട്ട് മര്യാദ നിസ്കാരം കഴിഞ്ഞാൽ മുണ്ടും മടക്കി കുത്തി മുട്ടും പുറത്താക്കി അങ്ങോട്ട് നടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവരൊക്കെ നിസ്കരിച്ച് എങ്ങനെ ശരിയാകും? ഇവരൊക്കെയാണ് പള്ളിയുടെ ആൾക്കാർ. ആ പള്ളിയിലാണെങ്കിലും പരസ്പരമാറ്റി അവിടുത്തെ നോട്ട് പിരിവ് കമ്മിറ്റി യോഗം ഇതൊക്കെയാണ് പള്ളിയുടെ അകത്ത് നടക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു തർക്കമുള്ളിടത്ത് ബർക്കത്തില്ല. നോക്കുമ്പോൾ എല്ലാ പള്ളിയിലും തർക്കമാണ്. അപ്പൊ ഈ ബർക്കത്ത് പിന്നെ എങ്ങനെ ഉണ്ടാകും? ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി സംസാരിച്ചതല്ല. ആദ്യം ഈ തർക്കങ്ങളെ നമ്മൾ നീക്കം ചെയ്യണം. ഇസ്ലാം ഒരു തർക്കത്തിന്റെ മതമല്ല. ഓരോ പ്രസ്ഥാനങ്ങളും ഉടലെടുത്തത് ഓരോരോ വിപ്ലവത്തിലൂടെയാണ്. അതിനതിൻ്റെതായ അടിസ്ഥാനങ്ങളുണ്ട്. ഇന്നത്തെ വിപ്ലവം എന്താ? ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഇന്ത്യ രാജ്യത്താണ്. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷയം പറഞ്ഞ് ഒരല്പം നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ, കാരണം നമ്മളുടെ ദീൻ നന്നാവണം.
നമ്മളുടെ ആളുകൾ നന്നാവണം. നമുക്കിടയിലേക്ക് കടന്നുകൂടുന്ന നമ്മുടെ വിഭാഗം, അതായത് ഇസ്ലാം എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അകത്ത് കടന്നുകൂടി ഇസ്ലാമിനെ നിഷിദ്ധമാക്കുന്ന ഇസ്ലാം പേരുള്ള കുറച്ച് ജന്മങ്ങളുണ്ട്. അതിനെയാണ് നമ്മളാദ്യം ഉന്മൂലനം ചെയ്യേണ്ടത്. അത് പോയാൽ മാത്രമേ ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ അപ്പുറവും ഇപ്പുറവും ചാടി എല്ലാവരെയും നശിപ്പിക്കും. ഇവിടെ നാട് നന്നാകലല്ല, അധികാരം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ്.